ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കനക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. അനന്തൻ, ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ മണിക്കൂറിൽ രണ്ട് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വന്നു. ഒന്ന്, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ പറയുന്നു അവരിലേക്ക് എത്തിയത് പ്യുവർ കോപ്പറാണ്, ശുദ്ധമായ ചെമ്പാണ്, അതിൽ സ്വർണത്തിൻ്റെ അംശം പോലും ഉണ്ടായിരുന്നില്ല. 20 കൊല്ലം മുമ്പ് സ്വർണം ക്ലാഡ് ചെയ്തതാണ്, അതിൻ്റെ ഒരു അംശമെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും അവിടെ ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഞങ്ങളിലേക്ക് എത്തിയത് ശുദ്ധമായ ചെമ്പാണെന്ന് പറയുമ്പോൾ ഒന്ന്, എവിടെ സ്വർണം എന്ന ചോദ്യം. രണ്ടാമത്തേത്, ജയറാം ചലച്ചിത്ര നടൻ നമ്മളോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു 10-15 മിനിറ്റ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ശബരിമലയിൽ ഘടിപ്പിക്കുന്ന ഈ കവചം ഉണ്ടായിരുന്നു. ഇത് അടുത്ത 500 വർഷത്തേക്ക് ശബരിമലയിൽ വെക്കാൻ പോകുന്നതാണെന്നാണ് പറഞ്ഞതെന്നും ജയറാം പറയുന്നു. അപ്പോൾ ഏത് വിധേനയൊക്കെ തട്ടിപ്പ് നടന്നിരിക്കാം എന്നതിൻ്റെ സംശയം വർദ്ധിക്കുകയാണോ? അഭിലാഷ്, ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സന്നിധാനത്തെ യഥാർത്ഥത്തിലുള്ള സ്വർണ്ണപ്പാളി അത് മോഷണം പോയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, വലിയ അട്ടിമറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യവും ഇതിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ, ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് അവർക്ക് 2019 കിട്ടിയിരിക്കുന്നത് ഒരു ചെമ്പ് പാളിയാണ്. സ്വർണം പൂശാനായി എത്തിച്ചത് ശബരിമലയിലേത് എന്ന് പറഞ്ഞെത്തിയിരിക്കുന്ന ചെമ്പ് പാളിയാണ്. മാത്രമല്ല, അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, മറ്റേതെങ്കിലും സ്വർണത്തിൻ്റെ അംശങ്ങളോ പൂശോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വസ്തു ഞങ്ങൾ എടുക്കാറില്ല, പ്യുവർ ചെമ്പ് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. ഇനി അത് ബ്രാൻഡ് ന്യൂ ചെമ്പായിരുന്നോ എന്നുള്ള കാര്യം ഓർമ്മയില്ല, അത് പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2019 ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം അഴിച്ചു കൊടുക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് നമ്മൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസാണ് ഇത് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളി സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് ചെമ്പുപാളിയാക്കുന്നു. അപ്പോൾ അതിൻ്റെ കള്ളത്തരം പൊളിയുന്നത് 1998 വിജയ് മല്യ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയിരുന്നു, സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള കാര്യം അന്നത്തെ വാർത്തകളിലും രേഖകളിലും മറ്റ് പത്രവാർത്തകളിലും ചിത്രങ്ങളിലുമൊക്കെ വ്യക്തമായിരുന്നു. അതും മാതൃഭൂമി ന്യൂസ് പറഞ്ഞതാണ്. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ 98 പൊതിഞ്ഞ സ്വർണമാണ് ഉണ്ടായിരുന്നത്. അത് ചെമ്പുപാളി എന്ന് വരുത്താനായി ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് അന്ന് ഇറക്കിയിരിക്കാമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിനുശേഷം ആ ചെമ്പുപാളി അല്ലെങ്കിൽ ആ സ്വർണം പൂശിയ ചെമ്പുപാളി, അത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഒരു അട്ടിമറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആ ഉരുപ്പടി മാറ്റി പുതിയൊരു ചെമ്പുപാളി ഹൈദരാബാദിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത്, അതേ സമാനമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അതാകാം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് ഈ വസ്തുതകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അത് അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്. ഏതായാലും ചെമ്പുപാളിയിൽ വലിയ സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടാവുകയാണ് അഭിലാഷ്. യെസ്, എന്തായാലും വലിയ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു.